ലേറ്റ് ഹരിക്കെയിൻ പ്രിപ്പയർഡ്നെസ്. കാരണം ഹരിക്കെയിൻ 4 അടിക്കും. ഇന്ന് നമ്മൾ സാധനം മേടിക്കാൻ. നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ട് കാണും ബെറോ കാറ്റഗറി 1 ഹരിക്കെയിൻ ഞങ്ങളെ അടിക്കുന്ന വിവരം. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള പ്രിപ്പയർഡ്നെസ് ആണ്. സാധനങ്ങളൊക്കെ കുറച്ച് വെള്ളമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഇത് സൺഡേ രാത്രി, അതായത് 12 മണിക്ക് ശേഷം ഇങ്ങനെ ഭയങ്കര മഴയും ഇതൊക്കെയായിരുന്നു. ഞങ്ങളാരും അന്ന് ഉറങ്ങിയിട്ടില്ല. കാരണം ഈ ഒച്ച കാരണം തന്നെ ഭയങ്കര കാറ്റും മഴയായിരുന്നു. അങ്ങനെ കാറ്റൊക്കെ അടിച്ച് ഞങ്ങൾക്ക് കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ വന്നു. ബാക്കിൽ നിന്ന മരമൊക്കെ കടപുഴകി ഫെൻസിലൊക്കെ വീണു, അതൊക്കെ നശിച്ചു പോയി. പിന്നെ മൊത്തം എന്താ പറയുക, മരമെല്ലാം അവിടെ ഇവിടെയെല്ലാം വീണു. കറണ്ട് പോയി, ഫോണിന് സിഗ്നലില്ല. അങ്ങനെ ഞങ്ങൾക്കൊരു 24 മണിക്കൂറിൽ കൂടുതൽ ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോഴും കറണ്ട് വന്നിട്ടില്ല. ഇതിപ്പം 24 മണിക്കൂർ 48 മണിക്കൂറാകാൻ പോകുന്നു. ഹോപ്പ്ഫുള്ളി വെൻസ്ഡേ മോർണിംഗോടുകൂടി ഞങ്ങൾക്ക് കറണ്ട് വരുമായിരിക്കും. ഇപ്പോൾ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇത് ജസ്റ്റ് ഞങ്ങളുടെ നെയ്ബർഹുഡിലാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പുറത്തേക്കൊക്കെ വീണ്ടും ഞങ്ങളുടെ റോഡെല്ലാം ബ്ലോക്കാണ്, മരങ്ങളെല്ലാം വീണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഹരിക്കെയിൻ. ഇത് ജസ്റ്റ് പറഞ്ഞ പോലെ കാറ്റഗറി 1 ആയിട്ടുള്ളൂ, ഇതൊന്നും അല്ല. അപ്പോൾ ഈ വർഷം ഹരിക്കെയിൻ സീസണിൻ്റെ തുടക്കമാണിത്. ഇലക്ട്രിസിറ്റി ഇല്ല, വെള്ളമുണ്ട്, ഗ്യാസുണ്ട്, ഫോണിന് സിഗ്നലില്ല, അത്രയൊക്കെ ഉള്ളൂ. സോ നമ്മൾ രാവിലെ തന്നെ അടുക്കളയിൽ പെരുമാറുന്നതാണ് ഈ കാണുന്ന കറണ്ടില്ലാതെ. റോഡ് ബ്ലോക്കായിട്ട് കിടപ്പുണ്ടോ ദൈവമേ, മരം വീണി എവിടെയാ റോഡ് ഒന്നും അറിയില്ല. കറണ്ട് കമ്പി പിള്ളേർ കാർഡ്സൊക്കെ കളിച്ച് അവരെ തന്നെ എൻഗേജ്ഡ് ആക്കി. ഞാനിന്ന് കറണ്ട് പോകുമെന്നും കൊടുങ്കാറ്റടിക്കുമെന്നൊന്നും വിചാരിച്ചില്ല. ഇന്നെന്തായാലും പഴങ്കഞ്ഞി കുടിക്കാനിരുന്നതാണ്. എന്തായാലും ഇന്നിവിടെ ബെറിൽ വന്നതുകൊണ്ട് നമുക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ആ മൊത്തം ആംബിയൻസ് നമുക്ക് പറ്റി. കണ്ടോ, റാന്തൽ വെച്ച് ഇച്ചിരി തോരനിട്ട് അതിട്ട് ഉണക്കമീനും ഇട്ട്. ബോറടിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റൂല സാറേ. കറണ്ടില്ല, ഫോണിന് സിഗ്നലില്ല, ഇൻ്റർനെറ്റില്ല. എന്തായാലും അവരവരെ തന്നെ എൻഗേജ്ഡ് ആക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഇരുട്ടത്ത് കറണ്ടില്ലാതെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ പാടാൻ പറ്റിയ പാട്ടാണ് പുതിയ മുഖം. ഇപ്പം ഞങ്ങൾ ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ തീർക്കാനുള്ള ശ്രമത്തിലാണ്. കേട് വരാനായിട്ട് തുടങ്ങുമല്ലോ. ഇത് ഗ്യാസ് അടിക്കാൻ വണ്ടികൾ നിൽക്കുന്ന ലൈനാണ്. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഗ്യാസ് കിട്ടിയത്. ട്യൂസ്ഡേ രാത്രി ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയി. ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ നൈറ്റ് അവരുടെ അവിടെ കിടന്നത്. ഫ്രിഡ്ജിലെ സാധനങ്ങൾ തീർന്നാലും ഫ്രീസറിലെ സാധനങ്ങൾ പ്രിസർവ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഐസ് ബാഗ്സ് മേടിക്കാൻ ചെന്നു. അപ്പോൾ പെർ ഹെഡ് 2 ബാഗ്സേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അത് മേടിച്ച് വീട്ടിൽ വന്നു. സിജുവിൻ്റെ വീട്ടിൽ പിള്ളേർക്ക് ഫുൾ ഫണ്ണായിരുന്നു. അവരോടെ കളിയും ബഹളവും ഒക്കെ ആയിട്ട് അവരങ്ങ് എൻജോയ് ചെയ്തു ഈ 3 ദിവസം. മൺഡേ പോയ ഇലക്ട്രിസിറ്റി ഞങ്ങൾക്ക് കിട്ടുന്നത് ഫ്രൈഡേ ഈവനിങ് ആണ്. ഇപ്പോൾ എല്ലാവരും തിരിച്ച് വീട്ടിലെത്തി. ഞങ്ങളുടെ എല്ലാം വീടിൻ്റെ മുന്നിലെ അവസ്ഥ ഇതാണ്. മരമെല്ലാം വെട്ടിക്കൂട്ടി ട്രാഷിന് കൊണ്ടുപോകാൻ വെച്ചിരിക്കുകയാണ്. ബെറിൽ കാറ്റഗറി 1 ആണ് ഞങ്ങളെ അടിച്ച കാറ്റ്. ദൈവം സഹായിച്ച് ആളപായങ്ങളൊന്നുമില്ല. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.